السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا صحاب الوقت أعرض بحكم النيابة عنكم يا صاحب الوقت أعرض بكم نيابة عنكم وأضع جبهتي تحت قدميكم يا صاحب الوقت في جبهتي تحت نعالكم أعرض بحكم نيابة عنكم. كافها يا عين صاد كفية حميم عين سين قاف همية وبحمزة القهار عم المصطفى أسد الإله وسيد الشهداء وبحمزة القهار عم المصطفى أسد الإله وسيد الشهداء وبحمزة القهار عم المصطفى أسد الإله وسيد الشهداء وعلموا يا أمة سيدنا مولانا മുഹമ്മദ്. സ്നേഹമുള്ള ഉസ്താദുമാരെ, മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹൃദയരെ, നമ്മളുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യമായ ലക്ഷ്യം നമ്മുടെ വിജയമാണ്. അത് ഈ ഭൗതിക ലോകത്തിലെ വിജയവും പാരത്രിക ലോകത്തിൻ്റെ വിജയത്തിന് നിമിത്തമാകണം. എല്ലാ വിജയങ്ങളുടെയും ആഘോഷം നമുക്ക് മരണത്തിൻ്റെ സമയത്ത് ആസ്വദിച്ച് മരിക്കണം. മരണത്തിൻ്റെ രംഗം കഴിഞ്ഞ് പിന്നീട് നമ്മൾക്ക് ഖബറിലും ആസ്വദിക്കണം. ശേഷം മഹ്ശറയിൽ അർശിൻ്റെ നിഴലിൻ്റെ ചോട്ടിലും അത് ആഘോഷിക്കണം. പിന്നീട് അത് ഹൗദുൽ കൗസറിൻ്റെ സമീപത്ത് നിന്ന് മുത്തുനബിയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിച്ച് ആഘോഷിക്കണം. ശേഷം സിറാത്ത് പാലത്തിലൂടെ പ്രകാശവേഗതയിൽ കടന്ന് നമ്മൾക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ച തരുണികൾ നമ്മെ ആനയിച്ച് പാടുന്ന ഗാനം കേട്ട് 2 കുളത്തിൽ നിന്നുള്ള കുളി കഴിഞ്ഞ് 1-ാം കുളത്തിലെ കുളിയിൽ നമ്മുടെ ശരീരത്തിലെ ഉച്ഛിഷ്ടങ്ങൾക്കൊപ്പം ഹൃദയത്തിൻ്റെ കടുമ്പും അസൂയയും ഉൾനാട്യവും ഒക്കെ കഴുകി ശുദ്ധിയാക്കി 2-ാമത്തെ കുളത്തിലെ കുളിയിൽ നമ്മൾക്കെല്ലാം 33 വയസ്സ് പ്രായമായി. ശേഷം നമ്മൾ സ്വർഗത്തിലെ ഓരോരുത്തർക്കും ഒരുക്കി വെച്ച കൊട്ടാരത്തിലെ തൻ്റെ ഹൂർലിങ്ങളും ബന്ധപ്പെട്ടവരും പാടുന്ന പാട്ട് കേട്ട് നമ്മൾ മണിയറയിലേക്ക് നീങ്ങുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ അവസാനം. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഐക്കൺ പ്രോഗ്രാമും നമ്മുടെ ഓത്തും പാട്ടും നമ്മുടെ ഈ മുതഅല്ലിം ജീവിതവും എല്ലാം അതിനുള്ളതാണ്. ഈ പ്രോഗ്രാമിലെത്തിയവരെല്ലാവരും ഈ സദസ്സിൽ ഉണ്ടാവണം എന്നൊരു നിർബന്ധമുണ്ട്. ഒറ്റപ്പെട്ട ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരർത്ഥത്തിൽ ഒരു വേദന തോന്നിപ്പോയി. അത് ഭാരവാഹികൾ ശ്രദ്ധിക്കണം. ഐക്കണിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകളും ഈ വേദിയിൽ ഉണ്ടായിരിക്കണം. സവാഉൻ കാനൂ ഫിൽ മസ്ജിദി ഔ മിൻ വറാഇഹി ഔ മിൻ ഖുദ്ദാമിഹി. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തലാണ് നമ്മളുടെ ഓത്തുകൊണ്ട്, നമ്മുടെ പഠനം കൊണ്ട്, നമ്മുടെ പാഠ്യേതര വിഷയം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
നമ്മളിപ്പോൾ മീസാൻ, അജ്നാസ്, സഞ്ചാൻ, അവാമിൽ, തഖ്വീമുൽ ലിസാൻ, തുഹ്ഫത്തുൽ വഖദിയ, ഖത്റുന്നദ, അൽഫിയ, ഫത്ഹുൽ മുഈൻ, ഖുലാസ, ശറഹുൽ തഹ്ദീബ്, ഖുത്തുബി, അൽ ഖുത്തുബി മഅൽ മീർ, ശറഹുൽ അഖായിദ് മഅൽ ഖയാലി, മൈബദി, തശ്രീഉൽ അഫ്ലാക്ക്, ജമ്മ്, മഹല്ലി, ബൈളാവി, മിഷ്കാത്ത്, തഫ്സീർ ബൈളാവി, ജലാലൈനി, അബു സഊദ്, മുല്ല ഹസനിൽ എത്തി നിൽക്കുന്ന നമ്മുടെ ദർസിലെ പഠനം. ശേഷം ഖാദി ഹംദുല്ല, ഇത്ഖാന്, മുസല്ലമു സുബൂത്ത്, ബുഖാരി, മുസ്ലിം, ഇബ്നു മാജ, തുർമുദി, നസായി, അബൂദാവൂദ് തുടങ്ങിയ നമ്മുടെ സിഹാവ് സിത്ത് അടക്കമുള്ള സംഗതികൾ, ഇഹ്യാ ഉലൂമുദ്ദീൻ, അൽ ഹിക്കം അടക്കമുള്ള തസൗഫിൻ്റെ ഗ്രന്ഥങ്ങൾ. ഈ കിതാബുകളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബിങ്ങളെ ആലത്തുകളാണ്. നമ്മൾ ആലത്തുകളെന്ന് നേരത്തെ മനസ്സിലാക്കിയ മീസാനും, അജ്നാസും, സഹഫും, നഹവും, മന്തിഖും, മാനിയും ആലത്തിൻ്റെ ആലത്താവും എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കിതാബുകളും, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പുസ്തകങ്ങളും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാളുകളും നസീഹത്തുകളും സിമ്പോസിയങ്ങളും ടേബിൾ ടോക്കുകളും കൺവെൻഷനുകളും സെമിനാറുകളും എല്ലാറ്റിൻ്റെയും ഒരു സത്തയുണ്ട്. ആ സത്ത അള്ളാഹുവിലുള്ള ഖൗഫാണ്. അത് കിട്ടിയവനെ ഇതുകൊണ്ടൊക്കെ കാര്യം കിട്ടുകയുള്ളൂ. അത് കിട്ടാത്തവന് ഇവിടെ പേരും പെരുമയും പ്രശസ്തിയും ഉണ്ടാകാം. മോലേര് എന്ന തസ്തികയിൽ അവന് ലഭിക്കുന്ന ഹദിയകൾ സമ്പാദിക്കാം. മോലേരുട്ടി എന്ന തസ്തികയിൽ ലഭിക്കുന്ന സൽക്കാരങ്ങളിൽ പങ്കെടുക്കാം. മോലേരുട്ടി എന്ന തസ്തികയിൽ ലഭിക്കുന്ന ബസ്സിൻ്റെ സീറ്റും ബസ്സിൻ്റെ ടിക്കറ്റ് മറ്റൊരാൾ കൊടുക്കലും നമ്മൾക്ക് ലഭിക്കുന്ന ആദരവുകളൊക്കെ ഏറ്റുവാങ്ങാം. പക്ഷെ ഇതിൻ്റെ യഥാർത്ഥമായ സത്ത ലഭിക്കുന്നവർ ആരാണ്? ഇതുകൊണ്ടൊരു ഖൗഫ് ഉള്ളിലേക്ക് കയറിയവരാണ്. അള്ളാഹുവിലുള്ള ഭയം ഉള്ളിലേക്ക് കയറിയവർക്ക് മാത്രമേ ഈ രംഗം കൊണ്ട് കാര്യം കിട്ടുന്നുള്ളൂ. നമ്മൾ ഈ ഫീൽഡ് കൊണ്ട്, നമ്മുടെ ഈ താലൂമ് താലീമിൻ്റെ ഫീൽഡ്, ഒറ്റപ്പെട്ട ചില ആമീങ്ങളെയും കണ്ടു, അതായത് മൗലവിമാരല്ലാത്തവരെയും കണ്ടു. അവരും നല്ല അവബോധമുള്ള മൗലവിമാരെ പോലെ ഓടിയെത്താൻ പറ്റുന്നവരായതുകൊണ്ടാണല്ലോ ഇൽമിയായ ഒരു ചർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ ഈ ഒരു സെഷനിലേക്ക് അവർ വിദൂരങ്ങളിൽ നിന്നെത്തിയത്. അതുകൊണ്ട് ഇത് കേൾക്കാൻ മാത്രവും ഇത് ഉൾക്കൊള്ളാൻ മാത്രവും നിങ്ങൾ പ്രാഗൽഭ്യരായിരിക്കും എന്ന് ഞാൻ അനുമാനിക്കുന്നു. എൻ്റെ ധാരണ തെറ്റാവുകയില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങുക. ഞാൻ ഇത്ര കാലം ഈ രംഗത്തുണ്ടായിട്ട് എനിക്കെൻ്റെ സമൂഹം ആവശ്യമുള്ളതൊക്കെ തികച്ചു തന്നിട്ട്, എൻ്റെ കുടുംബം എനിക്ക് വേണ്ടി സമർപ്പണം നടത്തിയിട്ട് എന്നെ ആവശ്യമുള്ളൊരു സമയത്ത് വീട്ടുകാർക്ക് ലഭിച്ചില്ല. എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു അധ്വാനിച്ച് 10-500 വീട്ടിൽ കിട്ടേണ്ട വാപ്പ, നമ്മുടെ ഉപ്പ, നമ്മുടെ ജ്യേഷ്ഠന്മാർ നിഷ്പ്രഭമായി നിൽക്കുന്ന കോവിഡ് കാലഘട്ടത്തിൽ പോലും നമ്മൾക്കൊരു 10 രൂപ കൊടുക്കാൻ കഴിഞ്ഞില്ല. പച്ചമീനിൽ നിന്ന് ഉണക്കൽ മീനിലേക്ക് നീങ്ങി, ചില വീടുകളിലെങ്കിലും കഞ്ഞിയിലേക്ക് നീങ്ങി. അങ്ങനെയുള്ളൊരു വല്ലാത്ത ഒരു ഉണങ്ങിത്തരിച്ച് നിൽക്കുന്ന സമയത്ത് പോലും നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ നമ്മുടെ ഉപ്പമാരും നമ്മുടെ പ്രിയപ്പെട്ടവരുമൊക്കെ ക്ലോസറ്റ് കഴുകിയും വാഷ് ബേസ് കഴുകിയുമായിരിക്കും നമ്മെ പോറ്റിയിട്ടുണ്ടാവുക.
ആടുമേച്ചും ഒട്ടകത്തിൻ്റെ പേറ്റെടുപ്പ് നടത്തിയിട്ടുമായിരിക്കും നമ്മളെ ഈ രംഗത്ത് പിടിച്ചു നിർത്തിയിട്ടുണ്ടാവുക. ആ രംഗം കയ്യാളി നമ്മെ പോറ്റിയവർ നമ്മളുടെ ഷഖീഖായ അഹുകളാകാം, നമ്മുടെ ഉപ്പയാകാം, നമ്മുടെ അനുജന്മാർ വരെയാകാം. നമ്മുടെ കുടുംബം നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചതും ഈ സമൂഹം നമ്മളിൽ നിന്ന് ഇച്ഛിച്ചതും നമ്മൾ തന്നെയും ഒരു വേള ആശിച്ചതുമായ ഒരു രത്നം, ഒരു മാണിക്യം, ഒരു പച്ചക്കോമേതകം അത് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന ഒരു ചിന്തയാണ് ഈ സെഷൻ കഴിഞ്ഞ് നാളത്തെ സ്വലാത്തും കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ചിന്തിക്കേണ്ടത്, അല്ല ഇപ്പോൾ തന്നെ ഓർത്തെടുക്കേണ്ടത്. ഒരു കാര്യം മസ്റ്റായി ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു. നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിന് ഒരന്തസ്സുണ്ട്. അതെന്താണ്? ഈ ഡ്രസ്സ് ധരിച്ച് ഒരു ക്യാരംസ് തട്ടുന്നിടത്ത് പോലും പോയി നിൽക്കാൻ നമ്മൾക്ക് പറ്റില്ല. നമ്മുടെ ഈ ഡ്രസ്സിനൊരു അന്തസ്സുണ്ട്. അതെന്താണ്? നമ്മുടെ നാട്ടിലെ പാടത്ത് വയലിൽ തട്ടിക്കൊണ്ടിരിക്കുന്ന 4 മക്കളുടെ ഫുട്ബോൾ തട്ടുന്നത് കണ്ടു നിൽക്കാൻ പോലും ഈ ഡ്രസ്സ് നമ്മളെ അനുവദിക്കില്ല. പിന്നെയല്ലേ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ബാക്കി സംഗതികൾ. ഈ ഡ്രസ്സ് നമ്മെ അഡ്രസ് ചെയ്തിട്ടുണ്ട്, ഇത് നമ്മൾക്ക് കവചം തീർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മലായിക്കത്തുകളുടെ ഡ്രസ്സുകൾ നമ്മൾക്ക് പടച്ചവൻ തന്നത്. മരണമാസന്നമായ ഉമ്മാമ, ആരാ മൂലയന്മാർ വന്നല്ലോ അവിടെ കസേരട്ട് കൊടുക്കി എന്ന് പറയും. ആരാണ് ആ മൂലയന്മാരെ? നിങ്ങള് അത് മലായിക്കത്താ. ഒരു മൂലയന്മാരെ കണ്ടിട്ടുള്ളൂ. എല്ലാ മൂടിയും നീങ്ങിയല്ലടാ, നിന്റെ കണ്ണിന് നല്ല മൂർച്ച കിട്ടിയില്ലേ എന്ന് ചോദിക്കും മരണത്തിൻ്റെ സമയം. അന്ന് എല്ലാ യാഥാർത്ഥ്യങ്ങളെയും പച്ചക്ക് കാണും. വല്യമ്മ ഒരു യാഥാർത്ഥ്യത്തെ കണ്ടു, അത് മലക്കുകളെയാണ്. അവർ മൂലയന്മാരെ രൂപത്തിലും ഭാവത്തിലും തലപ്പാവിലും ഒക്കെ ആയതുകൊണ്ട് വല്യമ്മ പറഞ്ഞു, ആരോ മൂലയന്മാർ വന്നല്ലോ കസേരട്ട് കൊടുക്കി എന്ന് പറയും. നമ്മളവരെ കാണൂല. നമ്മൾ പറയുന്ന വല്യമ്മക്ക് ചന്നി അല്പം കൂടുതലാണ്. കോരാസനാദി കുളിക അട്ടി വെച്ചിട്ട് ഉടച്ചു കൊടുക്കും. ഓ എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബിങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട, നമ്മൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു സംഗതിയെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഖൗഫ് കിട്ടിയില്ലെങ്കിൽ, ഒരു പടച്ചോനപ്പേടി കിട്ടിയില്ലെങ്കിൽ, ഖശിയത്ത് കിട്ടിയില്ലെങ്കിൽ, ഖശിയത്ത് ആദരവോടുകൂടെയുള്ള പേടിയാണ്. ആദരവോടുകൂടെയുള്ള പേടിക്കാണ് ഖശിയത്ത് എന്ന് പറയുന്നത്. ഹൈബത്ത് എന്നത് അതിൻ്റെ ഡെവലപ്പാണ്. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം പടപടക്കുന്ന വജിലത്ത് ഖുലൂബുഹുമാകുന്ന ഒരു രംഗമാണ്. ഖൗഫ് ആമാണ്. ഈ ഖശിയത്തിനെയും ഹൈബത്തിനെയും ഒക്കെ ഉൾക്കൊള്ളിച്ച് ആ ഡോസിൻ്റെ താഴെയുള്ളതിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ആമായ വേർഡാണ് ഖൗഫ് എന്നത്. എന്താണ് ഖൗഫ്? എന്താണ് ഖൗഫ്? ഖൗഫ് എന്നാൽ അത് തഖ്വയുടെ അടിവേരാണ്. മുത്തഖിയാകാനുള്ള അഡ്രസ്സാണ്, നാരായ പേരാണ്, ബേസ്മെന്റ് ആണ് ഖൗഫ് എന്നത്. ഒരായത്ത് നിങ്ങൾ ഓതി കേൾപ്പിക്കാം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നിശ്ചയമായും അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. സ്വാഭാവികമായും ഒരു ചോദ്യം, സ്വീകരിച്ചാലല്ലേ ഒന്ന് മുത്തഖിയായി കിട്ടുക?
മുത്തഖീങ്ങളിൽ നിന്നേ സ്വീകരിക്കൂ എന്ന് പറയുമ്പോൾ സ്വീകരിച്ചാൽ മുത്തഖിയാകും, മുത്തഖിയാകണമെങ്കിൽ സ്വീകരിക്കണം. ഇത് ദൗറാവില്ലേ? തവഖുഫു ശൈഇ അലാ നഫ്സിയാകില്ലേ? അപ്പൊ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കണം, മുത്തഖിയാകണമെങ്കിൽ മുത്തഖിയാകണം എന്ന് വരില്ലേ? ചോദ്യം ഇല്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്നതിൻ്റെ അർത്ഥം മുത്തഖി എന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരിൽ നിന്ന്, തഖ്വയുള്ളവൻ എന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവനിൽ നിന്ന് അള്ളാഹു അമലുകൾ സ്വീകരിക്കുകയുള്ളൂ, തഅല്ലുമ് സ്വീകരിക്കുകയുള്ളൂ, ദിക്ർ സ്വീകരിക്കുകയുള്ളൂ, സ്വലാത്ത് സ്വീകരിക്കുകയുള്ളൂ, SSFന്റെ പ്രവർത്തനം സ്വീകരിക്കുകയുള്ളൂ. ആരാണ് മുത്തഖി? ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. മുത്തഖീങ്ങൾക്കാണ് ഈ ഖുർആൻ വഴികാട്ടി. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. ആളുകളില്ലാത്തോടത്തൊന്നും വിശ്വസിച്ചോല്, ജനങ്ങളില്ലാത്തപ്പോഴും അവർക്ക് വിശ്വാസമുണ്ട്, അവരാണ് മുത്തഖീങ്ങൾ. മുത്തഖീങ്ങളെ അള്ളാഹു നിർവചിച്ചത് എത്ര ഭംഗിയായി. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. ഈ ഖുർആൻ മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാണ്. മുത്തഖീങ്ങളിൽ നിന്നേ അള്ളാഹു ഇത് സ്വീകരിക്കുകയുള്ളൂ, മുത്തഖീങ്ങൾക്കേ ഖുർആൻ ഉപകാരപ്പെടുകയുള്ളൂ, മുത്തഖീങ്ങൾ അമല് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. ജനങ്ങളില്ലാത്തപ്പോഴും വിശ്വസിച്ചവർ. അങ്ങനെ അർത്ഥമുണ്ടോ? ഇമാം ബൈളാവി തങ്ങൾ തഫ്സീറിൽ പറഞ്ഞ പല തഫ്സീറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തഫ്സീർ അതാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി ബിൽ ഖൽബി. നിഫാഖില്ല, ഖൽബ് കൊണ്ട് വിശ്വസിച്ചവർ ഒരു തഫ്സീറാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി ബിൽ ഗായിബാത്തി. അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ മറ്റൊരു തഫ്സീറാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി ഗായിബീന അനിന്നാസി. ജനങ്ങളിൽ നിന്നകന്നും വിശ്വസിച്ചവർ. അത് മുത്തഖീങ്ങളുടെ നല്ലൊരു നിർവചനമാണ്. പ്രിയപ്പെട്ട അഹ്ബാബീങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇക്കാലം വരെ നമ്മളെ പ്രസവിച്ച ഉമ്മയെക്കാണ് നമ്മളിൽ ഒരു തെറ്റു സംഭവിച്ചിട്ടില്ല. നമ്മുടെ ഉപ്പയെക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഇക്കാലം വരെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. നമ്മളെ ഗുരുനാഥന്മാരെയോ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയോ കാണെ ഇക്കാലം വരെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. നമ്മുടെ ക്ലാസ്മേറ്റുകളെ കാണയോ അയൽക്കാരെ കാണയോ, സപ്പോസ് 3 വയസ്സായ ജ്യേഷ്ഠൻ്റെ 3 വയസ്സായ കുട്ടിയെ കാണപ്പോലും നമ്മളിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചിട്ടില്ല. എന്തേ കാര്യം? അവരെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. അവര് നമ്മെ കാണുന്നു എന്നത് തൊള്ള കൊണ്ട് പറഞ്ഞതല്ല, നമ്മൾ ഖൽബ് കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. നമ്മെ കാണുമെന്നും നാം കാണുമെന്നും വിശ്വസിച്ച, ശ്രദ്ധിക്കണേ, നമ്മെ കാണുമെന്നും നാം കാണുന്നുണ്ടെന്നും നമ്മൾ വിശ്വസിച്ച ഒരാളെ കാണയും ഒരു മൊബൈലിൻ്റെ തെറ്റായ യൂസിങ് പോലും നമ്മുടെ ജീവിതത്തിൽ ഇക്കാലം വരെ സംഭവിച്ചിട്ടില്ല. മൊബൈലിൽ തെറ്റായ യൂസിങ്ങിന് നമ്മൾക്ക് കഥ കടക്കേണ്ടി വന്നു, ലൈറ്റ് ഓഫ് ചെയ്യേണ്ടി വന്നു, പുതപ്പിനുള്ളിലേക്ക് ഊളിയിടേണ്ടി വന്നു. എന്തേ കാര്യം? അവരെയൊക്കെ നമ്മൾക്ക് വിശ്വാസമുണ്ട്. അതെൻ്റെ ഉമ്മയാണ്, അതെൻ്റെ ഉപ്പയാണ്, അതെൻ്റെ ജ്യേഷ്ഠനാണ്, അതെൻ്റെ അനുജനാണ്, അതെൻ്റെ പെങ്ങളാണ്, അതെൻ്റെ നാട്ടുകാരാണ്, അതെൻ്റെ വീട്ടുകാരാണ്, അതെൻ്റെ ജ്യേഷ്ഠൻ്റെ 3 വയസ്സായ കുഞ്ഞാണ്. നമ്മൾക്ക് ബോധ്യമുണ്ട്. അവര് നമ്മെ കാണുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ കാണുമെന്ന വിശ്വാസം ദൃഢമായി ഉണ്ട്. അവരെ തൊട്ട് നമ്മൾക്ക് ലജ്ജയുണ്ട്. അവര് കാണുന്നത് നമ്മൾക്ക് കുറവും മടിയുമുണ്ട്. അതുകൊണ്ട് അവരെ കാണേ നമ്മൾ തെറ്റു ചെയ്തില്ല. 3 വയസ്സായ ഒരു
3 വയസ്സായ ജ്യേഷ്ഠൻ്റെ പെങ്ങളുടെ മകൾ നമ്മളൊരു മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം കതക് തള്ളിത്തുറന്ന് ബെഡിൽ തൂങ്ങിക്കേറി നമ്മളടുത്തേക്ക് വാത്സല്യത്തോടെ വന്ന കുഞ്ഞ് വന്നപ്പോഴേക്കും ടച്ചു മാറിയത്, പൂവും കായും ഗെയിമുമാക്കി മാറ്റിയത് തീർച്ചയായും ആ കുട്ടിയെ നമ്മൾ എന്നെ കാണുന്നു, ഞാൻ കാണുന്നു എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ്. ഇനി നമ്മൾ പറയണം തെറ്റിൻ്റെ മാനിഫെസ്റ്റോ എന്താണ്? തെറ്റ് ചെയ്യാനുള്ള മാനിഫെസ്റ്റോ തീർച്ചയായും ആരും കാണരുത് എന്നതാണ്. ആരും കാണരുത് എന്ന തെറ്റിൻ്റെ വൈലോ നമ്മൾ പാലിക്കപ്പെട്ടിട്ടാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിൽ സംഭവിച്ചു പോയ ഏതൊക്കെ അബദ്ധങ്ങളും, ഏതൊക്കെ അശ്ലീലങ്ങളും, ഏതൊക്കെ കാഴ്ചകളും വീഴ്ചകളും, ഏതൊക്കെ നുണകളും കളവുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും നമ്മൾ ചെയ്തപ്പോൾ നമ്മൾക്കൊരു തീരുമാനമുണ്ടായിരുന്നു, ഞാൻ ഈ ചെയ്യുന്നതോ പറയുന്നതോ കാട്ടുന്നതോ ഒരാളും കാണരുത്. ഈ ആരും അല്ലെങ്കിൽ ഒരാളും എന്ന തങ്കീറിൽ നമ്മൾ അള്ളാഹുവിനെ പെടുത്തിയിട്ടുണ്ടോ? മുത്തുനബിയെ പെടുത്തിയിട്ടുണ്ടോ? മലായിക്കത്തുകളെ പെടുത്തിയിട്ടുണ്ടോ? നമ്മൾ പറയുന്നു നമ്മൾ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, എനിക്ക് അള്ളാഹുവിനെ പേടിയാണ്, മുത്തുനബിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, മുത്തുനബി കാണുമോ എനിക്ക് ലജ്ജയാണ്, മലായിക്കത്തുകളിൽ എനിക്ക് വിശ്വാസമുണ്ട്, അവർ എൻ്റെ ബോഡി ഗാർഡായും പ്രൊട്ടക്ഷനായും സെക്യൂരിറ്റിയായും റൈറ്റർമാരായും ഫോട്ടോഗ്രാഫർമാരായും എന്നെ 10 മലക്കുകൾ പകലും 10 മലക്കുകൾ രാത്രിയും എൻ്റെ കൂടെയുണ്ട്. ലഹു മുഅഖിബാത്തുൻ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ നോക്കിയാൽ ഈ കണക്കും ഡിവൈഡും കാണാൻ കഴിയും. ഈ മലക്കുകളിൽ വിശ്വാസമുണ്ട്, അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, മുത്തുനബിയിൽ വിശ്വാസമുണ്ട് എന്ന് നമ്മൾ പറയുന്നു നാവുകൊണ്ട്. ഇത് നമ്മളെ മനസ്സിലേക്ക് ഇറക്കിയിരുന്നെങ്കിൽ, അഥവാ ഈ നാവിൻ തുമ്പിലുള്ള വിശ്വാസം മനസ്സിലുറപ്പിച്ച് ഉണ്ടായിരുന്നെങ്കിൽ 3 വയസ്സായ കുട്ടിക്ക് കൊടുത്തൊരു പോസ്റ്റ് നമ്മൾ അള്ളാഹ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ, 3 വയസ്സായ നമ്മുടെ പെങ്ങളുടെ മകന് നമ്മൾ കൊടുത്തൊരു പോസ്റ്റ് നമ്മളെ മുത്തുനബിക്ക് കൊടുത്തിരുന്നെങ്കിൽ, 3 വയസ്സായ കുട്ടിയെപ്പറ്റി വിശ്വസിച്ചൊരു വിശ്വാസം നമ്മൾ മലക്കുകളെപ്പറ്റി വിശ്വസിച്ചിരുന്നെങ്കിൽ നമ്മളിൽ തെറ്റു സംഭവിക്കില്ല. നമ്മൾ എപ്പോഴാണ് വിശ്വസിച്ചത്? ആൾക്കൂട്ടത്തിൽ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചിട്ടില്ല. അത് കുളിപ്പരയിലാകാം, അത് കതകടച്ചാകാം, അത് ആരുമില്ലാത്ത സ്ഥലത്താകാം, ഊട്ടിയും കൊടൈക്കനാലും പോലെ അപരിചിതർക്ക് മുമ്പിലാകാം. ജനങ്ങൾ നമ്മെ പരിചയമുള്ള നമ്മുടെ അന്തസ്സും അഭിമാനവും ഹനിക്കപ്പെട്ടു പോകുന്ന ഒരു രംഗത്തും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലും മുത്തുനബിക്ക് മുമ്പിലും മലായിക്കത്തിൻ്റെ മുമ്പിലും എൻ്റെ അഭിമാനം ചതപ്പെടുമോ എന്ന് നമ്മൾ ചിന്തിക്കാത്ത രംഗത്താണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കോതാം ഒന്നുകൂടി. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, നിശ്ചയമായും അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ജനങ്ങൾ അകന്നപ്പോഴും വിശ്വാസമുള്ളവർ, ജനങ്ങൾ അകന്നപ്പോഴും അള്ളാഹുവിലും മുത്തുനബിയിലും മലായിക്കത്തിലും വിശ്വസിച്ചവർ. ഇനി നമ്മൾ നന്നായി പണിയെടുക്കണം. നിങ്ങളൊന്ന് എണീറ്റ് നിന്നിട്ടിരിക്കുമോ?
ഞാനിത് വളരെ കാര്യമായിട്ട് പറയാം. ഒരു യാ റബ്ബി അല്ലേ, യാ റബ്ബി ബിൽ മുസ്തഫ അങ്ങനെയല്ലേ. മൗലായ സ്വല്ലി വസല്ലം. ഇരിക്കെ അല്ലാ. നമ്മൾ ഈ സദസ്സിൽ വെച്ച് നമ്മെ തിരിച്ചറിയുകയാണ്, നാം തിരിച്ചറിയുകയാണ്. എന്നിൽ ഈമാനുണ്ടോ എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഞാൻ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കാൻ എൻ്റെ കയ്യിൽ വല്ല ക്വാളിഫിക്കേഷനും ഉണ്ടോ എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഞാൻ ഖുർആൻ പരിചയപ്പെടുത്തിയ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് നിർവചിച്ച മുത്തഖിയാണോ എന്നാണ് നമ്മൾ ഇപ്പോൾ തിരിച്ചറിയുന്നത്. ഇത് ഞാൻ തിരിച്ചറിയണം, നിങ്ങളും തിരിച്ചറിയണം. ഇത്രയൊന്നും ആലോചിച്ചില്ല, ഇത്രയൊന്നും ഗൗരവമുണ്ട് എന്ന് ആലോചിച്ചില്ല എന്ന് മരിക്കാൻ നേരത്തും മരിച്ചിട്ടും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. ഇത് വളരെ ഗൗരവപ്പെട്ടൊരു കേസാണ്, വളരെ ഗൗരവപ്പെട്ടൊരു കേസാണ്. എനിക്ക് ഈമാനുണ്ടോ എന്നതാണ് ഈ സെഷനിലെ ചിന്താ വിഷയം. അത് വലത്തും ഇടത്തും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, ഓരോരുത്തരും അവനാനെ പറ്റി ചിന്തിച്ചാൽ മതി. വലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ. മനുഷ്യൻ അവനെ സംബന്ധിച്ച് നല്ല പിടിപാടാ, എല്ലാവർക്കും അവനാനെ പറ്റി നല്ലോണം അറിയാം. വഇന്നഹു അലാ ദാലിക ലശഹീദ്. ഞാൻ വളരെ മോശമാണ്, എൻ്റെ യജമാനനോട് ഞാൻ വളരെ കൂടുതൽ അപാകത ചെയ്തവനാണെന്ന് പുറത്തുനിന്ന് സാക്ഷികളൊന്നും വേണ്ട, സ്വന്തത്തോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്താണ് കാര്യമുള്ളത്. അപ്പോ ഞാൻ ഒന്നുകൂടി എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. എന്താണത്? നമ്മൾ ഏറ്റവും വലിയ പടച്ചോൻ നിയമത്ത് ചെയ്ത വിഭാഗം, സമൂഹം നമ്മളെ സംബന്ധിച്ച് നന്നായി ധരിച്ച് വശായ ഒരു കൂട്ടര്, അവര് നമ്മൾക്ക് അവരുടെ വിയർപ്പിൻ്റെ കണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലേക്ക് പാനീയത്തിലേക്കൊക്കെ ഉറ്റിച്ചുറ്റിച്ച് തരികയാണ്. സമൂഹത്തിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമില്ലാത്ത ഒരു ഭക്ഷണവും നമ്മൾ ഭക്ഷിച്ചിട്ടില്ല, സമൂഹത്തിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമില്ലാത്ത ഒരു പാനീയവും നമ്മൾ കുടിച്ചു കാണില്ല. നമ്മളൊക്കെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാനുള്ള പ്രായമെത്തിയപ്പോഴാണ് ഓതാൻ പോകുന്നത്. ഏകദേശമൊക്കെ ഭക്ഷണം കഴിച്ച് തികയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഓത്ത് നിർത്തുക. കോളേജൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒരു രംഗത്തേക്കൊക്കെ കയറുക. നല്ല ഒരു കാലഘട്ടം നമ്മൾ സമൂഹത്തിൻ്റെത് തന്നെ ഭക്ഷിച്ചു. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ള അളവിലെ 60% സമൂഹത്തിൻ്റെതാണ്. 40% എന്നത് അമ്മിഞ്ഞിപ്പാലിൻ്റെ വില കൊണ്ട് ഞാൻ ശതമാനം അങ്ങോട്ട് കൂട്ടിയതാണ്, ക്വാളിറ്റി കൊണ്ട് കൂട്ടിയതാണ്. ക്വാണ്ടിറ്റി കൊണ്ട് നോക്കിയാൽ യഥാർത്ഥത്തിൽ 60-ൽ നിൽക്കൂല, ഒരു 75 ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ തടിയിൽ 75% സമൂഹത്തിൻ്റെ വിയർപ്പാണ്. കുടുംബത്തിൽ നിന്ന് ഇടക്കിടക്ക് ആഴ്ചയിലോ 2 ആഴ്ചയോ മാസത്തിലോ പോകുമ്പോൾ കിട്ടിയതോ അത് സമൂഹത്തിൻ്റെ, നിങ്ങളുടെ ഉപ്പയുടെ വിയർപ്പാണ്, ജ്യേഷ്ഠൻ്റെ വിയർപ്പാണ്. നമ്മളുടെ വിയർപ്പ്, നമ്മൾ അധ്വാനിച്ചത്,
അത് നമ്മുടെ ശരീരത്തിൽ 5% ഉണ്ടോ എന്നത് ആലോചനയാണ്. എങ്കിൽ ഇത്രയൊക്കെ നമ്മളെ ലാളിച്ച് പരിപാലിച്ച് താലോലിച്ച് പോറ്റിയതെന്തിനാണ്? അത് നമ്മൾക്ക് ഒരു ഖൗഫ് കിട്ടാനാണ്, അഥവാ ഈമാന് കിട്ടാനാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സമൂഹത്തെ വഞ്ചിച്ചവരാകും, കുടുംബത്തെ വഞ്ചിച്ചവരാകും, നമ്മെ തന്നെയും നമ്മൾ വഞ്ചിച്ചവരാകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഗതി. എല്ലാവരെയും നമ്മൾ വഞ്ചിക്കും. അതുകൊണ്ട് ഈ സഭയിലെ നമ്മുടെ ഒരു തീരുമാനം എന്താണെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ഈ സെക്കൻഡ് മുതൽ ഞാൻ ഒരു മുഅ്മിനായിക്കോളാം എന്നതാണ്. എന്താണ് മുഅ്മിൻ്റെ ക്വാളിഫിക്കേഷൻ? ഒന്നുമില്ല, സിമ്പിൾ. നമ്മളും പടച്ചവനും നമ്മളും മുത്തുനബിയും നമ്മളും മലായിക്കത്തുകളും മാത്രമുള്ള ഒരു സമയത്ത് നമ്മൾക്ക് അള്ളാഹുവിനെയും മുത്തുനബിയെയും പേടിക്കാനും ലജ്ജിക്കാനും സാധിക്കണം. ഈ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾക്ക് കിട്ടിയാൽ നമ്മുടെ രഹസ്യ കേന്ദ്രങ്ങൾ മുഴുവനും സന്തോഷമായി, നമ്മുടെ രഹസ്യ ജീവിതം മുഴുവനും സമ്പന്നമായി, നമ്മൾ കുറ്റമുക്തരായി. ഈ ഒരു ജീവിതം നമ്മൾക്ക് എന്നാണോ കിട്ടുന്നത് അന്നാണ് നമ്മൾ മുഅ്മിനാകുന്നത്, അന്നാണ് നമ്മൾ മുത്തഖിയാകുന്നത്, അന്ന് മുതലാണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നത്, അന്ന് മുതലാണ് നമ്മൾ അഹ്ലുൽ ഖശിയത്തി വൽ ഖൗഫി വൽ ഹൈബത്ത് ആകുന്നത്. അത് മസ്റ്റ്. ഇപ്പോൾ നമ്മൾ എന്താണ് ആയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പ്രാക്ടീസിലാണ്, ഇപ്പോൾ നമ്മൾ റിയാദയിലാണ്, ഇപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിലാണ്. എന്നാണ് ട്രെയിനിങ് തീരുക? എന്നാണോ ഈ തീരുമാനിക്കുന്നത് അന്ന് ട്രെയിനിങ് അവസാനിക്കും. ആ തീരുമാനം എന്നാണോ നടപ്പാക്കുന്നത് അന്ന് നമ്മുടെ ട്രെയിനിങ് അവസാനിക്കും. അതാണ് ട്രെയിനിങ് അവസാനിക്കുന്ന ദിവസം. ഞാനിനി ഒരു മുഅ്മിനായി രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹിനെ കൊണ്ടും മുത്തുനബിയെ കൊണ്ടും മലായിക്കത്തുകളെ കൊണ്ടും വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചോളാം. എൻ്റെ 3 വയസ്സായ ജ്യേഷ്ഠൻ്റെ മകന് കൊടുത്ത ഒരു സ്ഥാനമെങ്കിലും ഞാൻ എൻ്റെ പടച്ചവന് കൊടുത്തോളാം എന്ന തീരുമാനം എന്നാണോ നമ്മൾ എടുക്കുന്നത് അന്നാണ് നമ്മൾ മുഅ്മിനാകുന്നത്. അതിൻ്റെ മുമ്പ് നമ്മൾ മുഅ്മിനാകുന്നില്ല. അതിൻ്റെ മുമ്പ് നമ്മൾ മുത്തഖിയാകുന്നില്ല. അതിൻ്റെ മുമ്പ് നമ്മൾ വിശ്വാസിയാകുന്നില്ല. എന്നാൽ പിന്നെ എന്താണ് ആകുക? എന്താണ് ഇപ്പം അവസ്ഥ? ഇപ്പം അവസ്ഥ പകൽ വിശ്വാസം, രാത്രി വിശ്വാസമില്ല. വെളിച്ചത്തിൽ വിശ്വാസം, ഇരുട്ടിൽ വിശ്വാസമില്ല. ആൾക്കൂട്ടത്തിൽ വിശ്വാസം, ആളില്ലാത്ത വിശ്വാസമില്ല. ഇതിനൊരു പേരുണ്ട്, അതിൻ്റെ പേര് മുനാഫിഖ് എന്നാണ്. ഇനി മക്കളെ, ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞുതരാം. ഹദീസ് നിങ്ങൾ പാത്ത് വെക്കണം. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം സാവി റളിയല്ലാഹു അൻഹു എഴുതി കൊടുത്തൊരു ഹദീസാണ്. മൻ ലം തൻഹഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ. എഴുതി. മൻ ലം തൻഹഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ. അർത്ഥങ്ങൾ തന്നെ വെച്ചോളി. റെഡിയല്ലേ? നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അശ്ലീല സംഗതിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണില്ല. പെണ്ണുങ്ങളെ നോക്കണീനെ തൊട്ട് കഴിച്ചിലാക്കാൻ കഴിയണില്ല. അമ്പതുകളെ നോക്കുന്നതിനെ തൊട്ട് വികാരത്തോടെ നോക്കുന്നതിനെ തൊട്ട് കഴിച്ചിലാണില്ല. യൂട്യൂബിൽ നിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെടണില്ല. അള്ളാഹ് പൊരുത്തപ്പെടാത്തതിൽ നിന്ന് കഴിച്ചിലാണില്ല. നീ നിസ്കരിക്കുന്ന നിസ്കാരം കൊണ്ട്
ഓരോ നിസ്കാരം കൊണ്ടും നീ അല്ലാഹുവിൽ നിന്ന് അകൽച്ചയെ വർദ്ധിപ്പിക്കുന്നു. അല്ല, അകൽച്ചയെ മാത്രമേ വർദ്ധിപ്പിക്കുന്നുള്ളൂ, അടുപ്പത്തെ വർദ്ധിപ്പിക്കുന്നേ ഇല്ല. മാവയില്ലേ അത്, മാവ ഇല്ല ഇസ്ബാത്തിനു നഫിക്കുവാണ്. നോക്കി നിങ്ങൾ, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അശ്ലീലങ്ങളുമായി ബന്ധപ്പെടുന്നു. നിസ്കരിച്ചു കഴിഞ്ഞാൽ കളവ് ചെയ്യലുമായി ബന്ധപ്പെടുന്നു, ഗീബത്തും കളവുമായി ബന്ധപ്പെടുന്നു. നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ സഹോദരിമാരെ, പെണ്ണുങ്ങളെ കാണുന്നു. നമ്മുടെ കുടുംബത്തിലെ എളാപ്പാൻ്റെ മക്കള്, മൂത്താപ്പാൻ്റെ മക്കള്, അമ്മായിൻ്റെ മക്കള്, അമ്മാവൻ്റെ മക്കള്, ജ്യേഷ്ഠൻ്റെ ഭാര്യ, അനുജൻ്റെ ഭാര്യ, ഭാര്യയുടെ ജ്യേഷ്ഠത്തി അനുജത്തി, അമ്മായിമ്മൻ്റെ ജ്യേഷ്ഠത്തി അനുജത്തി, ഇങ്ങനെ നിരന്നവള. അങ്ങനെ ഒരു കോഴിക്കോട് മിഠായി തെരുവിലേക്ക് കടന്ന പ്രതീതിയിൽ അത് കാണുന്നു. ബസ് സ്റ്റോപ്പിലും കല്യാണ വീട്ടിലും സൽക്കാര വീട്ടിലും റെയിൽവേ സ്റ്റേഷനിലും പ്ലാറ്റ്ഫോമിലും ഒക്കെ നമ്മൾ സാർവത്രികമായി കണ്ടുകൊണ്ടിരിക്കുന്നു. എവിടെയും നമ്മൾക്ക് കണ്ണു ചിമ്പാൻ സാധിക്കുന്നില്ല. നിസ്കരിക്കുന്നുണ്ട്, അല്ലാഹ് അരുതെന്ന് പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുന്നില്ല. ഏതോ ഒരു മൊബൈൽ ചാട്ടയിക്കണല്ലോ. അല്ലാഹു അരുതെന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് സാധിക്കുന്നില്ല. ഒന്നാകാം, പലതാകാം. ഇവന്റെ നിസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് അടുക്കുകയല്ല, അകലുകയാണ്. ഷഫീഉനാ റസൂലുള്ളാഹി, വഖ്കന് ചൊല്ലിക്കാണി, ഷഫീഉനാ റസൂലുള്ളാഹി, ഷഫീഉനാ റസൂലുള്ളാഹി. രാവിലെ മുതൽ ഇന്നലെ രാത്രി ഫുള്ളായിട്ട് യാത്ര ചെയ്ത് വർക്ക് ശരിക്കും നില കിട്ടിയില്ലെന്ന് പകലും കിട്ടിയില്ല. അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു. എന്നാൽ പോലും ഇത് നിങ്ങളൊന്ന് കേൾക്കണം. ഈ ഹദീസ് ഒന്നുകൂടി ഓദിക്കാൻ നിങ്ങൾ. മൻ ലം തൻഹഹു സലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദ. എന്താ കാര്യം എന്നറിയോ? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പഠിച്ചോനെ, ഞാൻ നിസ്കരിച്ചത്, എൻ്റെ എല്ലാ ആരാധനകളും, ഞാൻ ജീവിക്കുന്നത് മുഴുവനും, വമഹ്യായ വമമാത്തി, ഒരിക്കൽ ഞാൻ പടഞ്ഞ് മരിക്കുന്നതും, ലില്ലാഹ്, നിന്റെ പൊരുത്തത്തിനാണ്. അനക്ക് പൊരുത്തമില്ലാത്തൊരു കാര്യം ഈ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ ചെയ്യൂല. വല്ലാത്തൊരു വാക്ക്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സ്സമാവാതി വൽ അർദ്. ഈ അണ്ടകടാഹത്ത് മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച നിന്റെ മുമ്പിലേക്ക് ഞാൻ എൻ്റെ മെയ്യും മനസ്സും തിരിച്ചു വച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, നിനക്കു സ്വന്തം. ഇതിലൊരാൾക്കും പാർട്ണർഷിപ്പില്ല. ഒരാളും ഇതെത്തിപ്പാളി നോക്കാൻ വരണ്ട, അനക്ക് വേണ്ടി മാത്രം. മുഴുവനും നിന്റെ പൊരുത്തത്തിനെ ഞാൻ ജീവിക്കൊള്ളൂ. മസ്റ്റ്, ഇന്ന മസ്റ്റ്, ലാ ശരീക ലഹു. ആർക്കും പാടിയൊക്കെ ഉണ്ട്. ആളാകാനല്ല, പേരിനല്ല, പെരുമക്കല്ല, പ്രശസ്തിക്കല്ല, ചീത്തപ്പേരൊഴിയാനല്ല, വലുതാകാനല്ല, അനക്ക് മാത്രം. ഒരാളും ഇതിലേക്ക് എത്തിപ്പാളി നോക്കണ്ട. ലാ ശരീക്കല ഉബിദാലിക ഉമിർതു അന മിനൽ മുസ്ലിമീൻ. നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നവരിൽ ഒരാളായി ഞാൻ. എന്തൊരു പ്രതിജ്ഞ! ഈ പ്രതിജ്ഞക്ക് ഘടകവിരുദ്ധമാണ് അടുത്ത അസറിൻ്റെ സമയമാകുമ്പോഴേക്ക് മൊബൈലിൽ ആ ചോപ്പിൽ കുത്തി അയിക്കൂടെ ഇങ്ങനെ പൊന്തി വന്നു. ഒന്നിങ്ങനെ പൊന്തി വന്നത് കണ്ടപ്പോൾ ഇവൻ ഇഷ്ടം ഇതാന്ന് തോന്നി. പിന്നെ അതെന്നെ വിരൽ തുടങ്ങി. അങ്ങനെയാണ് പോയി. അങ്ങനെയുള്ള അതിൻ്റെ വിരവിൻ്റെ കോലം അങ്ങനെയാണ്. ചോപ്പിലാണ് കുത്തിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കും, ഏതാണ് ഇവന് ഇഷ്ടം. അപ്പം അവന് സെക്സ് ഇഷ്ടമുള്ള ആളാണോ എന്ന് പരിശോധിച്ചു. അപ്പം സെക്സ് ഇഷ്ടമുള്ള ആളാണ്. പിന്നെ വരുന്നതൊക്കെ സെക്സ്.
ഫുട്ബോൾ ഇഷ്ടമുള്ള ആളാണോ? 1-2 കുത്തി. ഇനി ഫുട്ബോളാണ് ഇവൻ. അപ്പം ഇനി പറ്റുന്നൊക്കെ ഫുട്ബോൾ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ അസറായപ്പോഴേക്ക് ആ കൊടുത്ത പ്രതിജ്ഞ ഉണ്ടല്ലോ, അതൊക്കെ ചീട്ട് കൊട്ടാരം പോലെ തകർന്നു തരിപ്പണായി. അടുത്ത അസർ നിസ്കരിച്ചു. അസർ നിസ്കരിച്ചിട്ട് ചെറിയ ഒരൊഴിവ് കിട്ടി. അപ്പം വീണ്ടും കുത്തി അതിലെന്നെ. അതിൽ വീണ്ടും വന്നു അതന്നെ. മഗ്‌രിബിന് തസ്ബീഹിന് ഇറങ്ങി. മഗ്‌രിബ് നിസ്കരിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു, എൻ്റെ പൊരുത്തത്തിനെ ഞാൻ ജീവിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് യേശായപ്പോത്തിന് പൊരുത്തമില്ലാത്ത ചെയ്തു. യശസ്കച്ചപ്പോഴും പറഞ്ഞു, എൻ്റെ പൊരുത്തത്തിനെ ഞാൻ ജീവിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് യേശായിൻ്റെ ശേഷം വീണ്ടും പൊരുത്തമില്ലാത്ത ചെയ്തു. സുബൈക്കിച്ചാണ്ട് പിന്നെയും പറഞ്ഞു, എൻ്റെ പൊരുത്തത്തിനെ ഞാൻ ജീവിക്കുള്ളൂ കേട്ടോ. പിന്നെ സുബൈക്കിച്ചാണ്ട് പിന്നും സുബൈൻ്റെ ശേഷം ളുഹറായപ്പോത്തിന് പൊരുത്തമില്ലാത്ത പിന്നെയും ചെയ്തു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.